Jahu's corner. Lots of goal. And Sachin Suresh beaten. Amay again. And it's Rohit Krishna again. നമുക്ക് മാത്രം എന്താണ് ഇങ്ങനെ? എല്ലാം തുടങ്ങുമ്പോൾ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. ആഗ്രഹിച്ചതൊക്കെ വെട്ടിപ്പിടിക്കാൻ പോകുന്നത്ര ശക്തിയുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ കണ്ട സ്വപ്നമെല്ലാം യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന് ഉറപ്പിച്ചിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് കോട്ടം സംഭവിച്ചത് അവിടെ വെച്ചാണ്. യെസ്, പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു. കലിംഗയിൽ ഒഡീഷ എഫ്സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിക്കില്ല എന്ന ആ ചരിത്രം വീണ്ടും തുടരുന്നു. ഏർലി ലീഡ് നേടിയിട്ടും 2-1 എന്ന സ്കോറിന് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു. ഈ മത്സരം നമ്മൾ നിരാശയോടുകൂടി തന്നെയാണ് അവസാനിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ ആരെ നമ്മൾ കുറ്റം പറയും? കഴിഞ്ഞ 12 മത്സരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ISLന്റെ ആദ്യ ഫേസിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞു. ശക്തന്മാരെ എല്ലാം നമ്മൾ ഫലം കൊണ്ട് കീഴ്പ്പെടുത്തി. പക്ഷെ ഇനി അവശേഷിക്കുന്ന ഭാഗം വളരെ ടഫാണ്. അതിൽ എതിരാളികൾ ശക്തരാണ് എന്ന് പറയുന്നതിനേക്കാൾ നമ്മൾ ബലഹീനരാണ് എന്ന് പറയുന്നതായിരിക്കും ശരി. എന്ന് വെച്ച് നമ്മളിവിടെ പരാജയം സംബന്ധിച്ച് അവസാനിപ്പിച്ചു എന്ന് പറയാൻ പറ്റും? നോട്ട് യെറ്റ്. നമസ്കാരം, ഏവർക്കും ഡോൺ സ്റ്റാർസ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി ISLന്റെ സെക്കൻഡ് ഫേസിൽ ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു പുതിയ ടീമിനെ തന്നെയായിരിക്കും. ഇവിടെ ഈ പരാജയത്തിൽ നമ്മൾ ഈ കോച്ചിനെയോ താരങ്ങളെയോ മാനേജ്മെന്റിനെയോ ഒന്നും കുറ്റം പറഞ്ഞിരുന്നു യാതൊരു കാര്യമില്ല. കാരണം പരിക്കുകൾ തന്നെയാണ് നമ്മുടെ താളം തെറ്റിച്ചത്. എന്നിട്ടും ഈ മാച്ചിൽ വി ഗോട്ട് എ സൂപ്പർബ് ലൈനപ്പ്. ഈ ഒരു മത്സരത്തിൽ ആദ്യ പകുതി എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും, ഒഡീഷ FC അക്ഷരാർത്ഥത്തിൽ വിറങ്കലിച്ചു പോയി. ദാറ്റ് വൺ ഗായ് നിഹാൽ സുധീഷ് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് 11 സ്ലോട്ട് തന്നെയാണ് പുള്ളിക്ക് ലഭിച്ചത്. ആ ഒരു അവസരം കൃത്യമായിട്ട് തന്നെ നിഹാൽ യൂസ് ചെയ്തു എന്ന് തന്നെ പറയാം. കാരണം എതിരാളിയെ പ്രസ് ചെയ്ത് പ്രതിസന്ധിയിലാക്കുന്നതിൽ നിഹാൽ സുധീഷ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. മത്സരത്തിന്റെ 11ാം മിനിറ്റിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഗോൾ വരുന്നത്. പ്രീതം കോട്ടാൽ നൽകിയ ത്രോയിൻ പുട്ടിയെ അതിമനോഹരമായിട്ട് ഫിസിക്കലി ബീറ്റ് ചെയ്ത് നിഹാൽ സുധീഷ് പന്തുമായി ബോക്സിനകത്തേക്ക് ഇടിച്ചു കയറി ഒരു ഗ്രൗണ്ടർ പാസ് നൽകുന്നു. ആ ഒരു ഗ്രൗണ്ടർ ക്രോസിനെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ദിമിത്രിയോസ് ഗോൾ വലയിലേക്ക് എത്തിക്കുന്നു. മത്സരത്തിന്റെ 11ാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ലീഡ്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഡീഗോ മൊറീഷ്യയ്ക്കും റോയ കൃഷ്ണയ്ക്കും മുഹമ്മദ് ജാഹുവിനൊന്നും ഒന്ന് താളം കണ്ടെത്താൻ പോലും സാധിച്ചിരുന്നില്ല. വി ജസ്റ്റ് ഡോമിനേറ്റഡ് ദ ഫസ്റ്റ് ഹാഫ് വിത്ത് ദിസ് സ്ക്വാഡ്. പക്ഷേ സെക്കൻഡ് ഹാഫിലെ ലൊബേറയുടെ തന്ത്രത്തിൽ നമ്മൾ പതറി. മത്സരത്തിലുടനീളം ഒഡീഷ എഫ്സിക്ക് ലഭിച്ചത് 2 കോർണറുകളാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് 7 കോർണറുകൾ. ഇതിൽ ഒഡീഷയുടെ ജാഹു തൊടുത്തുവിട്ട ആദ്യ കോർണർ തന്നെ റോയ കൃഷ്ണ ഹെഡറിലൂടെ ഗോൾ ചെയ്തു. ലീഡ് നഷ്ടമായ ബ്ലാസ്റ്റേഴ്സ് ഒന്ന് താളം കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ 4 മിനിറ്റിനുള്ളിൽ അമീർ അണവായുടെ ക്രോസിൽ നിന്നും വീണ്ടും റോയ കൃഷ്ണയുടെ ഒരു ഹെഡർ ഗോൾ. ഒരു ഡയറക്റ്റ് അറ്റാക്കിൽ സച്ചിൻ സുരേഷിനെ ഒഡീഷ എഫ്സിക്ക് ബീറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആയിരിക്കണം ഹൈബോളിലൂടെ ഡിഫൻസിനെ ചിഹ്നം ഭിന്നമാക്കിയിട്ടാണ് ഒഡീഷ FC ഗോളുകൾ കണ്ടെത്തിയത്. ത്രൂ ബോളുകളിലൂടെ വരുന്ന അറ്റാക്കുകളും വിങ്ങിലൂടെ വരുന്ന അറ്റാക്കുകളൊക്കെ നമ്മൾ അതിമനോഹരമായിട്ട് ക്ലിയർ ചെയ്യുന്നുണ്ടെങ്കിലും ക്രോസുകൾ വരുമ്പോൾ നമ്മൾ അന്തം വിട്ട് നിൽക്കുകയാണ്. ആൻഡ് മറുഭാഗത്ത് ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയ 7 കോർണറുകൾ അത് എടുക്കാൻ തന്നെ പ്രോപ്പറായിട്ട് നമുക്കൊരാളില്ല. അത് എടുത്താൽ തന്നെ അത് കൃത്യമായിട്ട് ഗോൾ കൺവേർട്ട് ചെയ്യാനും നമുക്ക് സാധിക്കുന്നില്ല. ലീഡ് നേടിയ ശേഷം ഒഡീഷ FC പന്ത് കൈവശം വെക്കുന്നതിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തു. വിങ്ങിലൂടെ അല്ലാതെ ബ്ലാസ്റ്റേഴ്സിന് ഒരു പ്രോപ്പർ അറ്റാക്ക് ചെയ്യാൻ സാധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു മത്സരത്തിൽ കുറച്ച് ഡിസപ്പോയിന്റഡ് ആയി പോയത് ഡാനിഷ് ഫറൂഖിന്റെ പെർഫോമൻസിൽ തന്നെയാണ്. കുറച്ചധികം മിസ് പാസുകളും ക്രൂഷ്യൽ മൊമെന്റുകളിലെ പ്രോപ്പർ അല്ലാത്ത ഷോട്ടുകളും ഒക്കെ നിരാശപ്പെടുത്തുന്നത് തന്നെയായിരുന്നു. എങ്കിലും ബോത്ത് ഡിഫൻസ് ആൻഡ് അറ്റാക്കിങ്ങിൽ പുള്ളി ഓടിയെത്തി സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു എനർജിയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാനും സാധിക്കില്ല. കുറച്ച് നെർവസ് ആയതുകൊണ്ടോ അതോ ഒരു ടാക്ടിക്കൽ ചേഞ്ച് സംഭവിച്ചതുകൊണ്ടോ എന്താണെന്ന് അറിയില്ല, പുള്ളിയുടെ ദിവസമായിരുന്നില്ല ഇത് എന്ന് തന്നെ പറയാം. ആൻഡ് ഒഡീഷ എഫ്സിയുടെ അമീർ അണവാടെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ ഒന്നും ഒഡീഷ FC ബോക്സിനകത്തേക്ക് കയറ്റിവിടാൻ സമ്മതിച്ചേയില്ല. പക്ഷെ അപ്പോഴും ഈ ടീമിൽ വളരെ ക്വാളിറ്റി ഉള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചത് സച്ചിൻ സുരേഷ് എന്ന് പറയുന്ന ഗോൾ കീപ്പർ തന്നെയാണ്. അസാധ്യ ഔട്ടിംഗ് ഒക്കെ നടത്തിയിട്ട് സ്ക്വാഡിന് ഒരു വെൽ സപ്പോർട്ട് തന്നെ ഈ ഒരു ഗോൾ കീപ്പർ നൽകി. ആ ഒരു കമ്മിറ്റ്മെന്റിന് തീർച്ചയായിട്ടും അംഗീകാരം അർഹിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മത്സരത്തിൽ 2ാം പകുതിയിൽ ജസ്റ്റിൻ ആൻഡ് ഫെദോർ എല്ലാം ISLൽ അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട്. പിന്നെ ഫെദോറിന് പ്ലേയിങ് ടൈം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെ കരയുന്നുണ്ടായിരുന്നു. ബ്രോ, പുള്ളി ഇവിടെ വന്നിട്ടേ ഉള്ളൂ. നമ്മുടെ ടീമുമായിട്ടൊന്നും കുറച്ച് ട്രേഡിങ് കളിച്ചൊരു ബന്ധം മാത്രമേ ഉള്ളൂ. സോ ആദ്യ മത്സരത്തിൽ തന്നെ ഇറങ്ങി വന്ന് ആദ്യ ടച്ചിൽ തന്നെ ഗോൾ ഇടാൻ ഇത് നമ്മൾ ഇന്നലെ കണ്ട സ്വപ്നമൊന്നുമല്ല. സോ ചിൽ,
വൈകി അല്ലെങ്കിലും ഒരു മികച്ച പെർഫോമൻസ് പുള്ളിയുടെ ഭാഗത്തു നിന്നും കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ദാറ്റ് ഫൈനൽ വിസിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുന്നു. 1ാം സ്ഥാനം പ്രതീക്ഷിച്ചിരുന്ന നമ്മൾ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു. സോ സീസണിന്റെ പകുതിക്ക് വെച്ച് നമ്മുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടമായോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. മത്സരങ്ങൾ ഇനിയുമുണ്ട്, കടമ്പകൾ ഇനിയും കയറാനുണ്ട്. ജയിക്കാനായാണ് നമ്മൾ തുടങ്ങിയതെങ്കിൽ, പല പ്രതിസന്ധികളെയും നമ്മൾ ഇതുവരെ മറികടന്നിട്ടുണ്ടെങ്കിൽ, ആ ലക്ഷ്യം നമുക്കുള്ളതാണെങ്കിൽ ഉറപ്പായും നമ്മൾ നേടുക തന്നെ ചെയ്യും. സോ കൊച്ചിയിലെ ആ ഒരു വമ്പൻ തിരിച്ചുവരവിനായി നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ആക്കാൻ നിങ്ങൾ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത്.